BTS ജൂണിൽ തിരിച്ചു വരികയാണത്രേ. അടുത്ത മാസം 2-നാണ് BTS 7 മൊമെന്റ്സ് എത്തുക എന്നാണ് കേട്ടത്. ഇതോടുകൂടി ഒരുപാട് പേരുടെ കാത്തിരിപ്പിന് ഒരു തീരുമാനമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. BTS ഉണ്ടാക്കിയ ആഗോള വിപ്ലവം മറ്റൊരു കൊറിയൻ ഗ്രൂപ്പിനും അവകാശപ്പെടാനില്ല എന്നതാണ് സത്യം. ലോകം മുഴുവൻ K-പോപ്പിന്റെ പര്യായമായി മാറിയവരാണ് ആ 7 പേർ. RM, ജിൻ, സുഗ, ജെഹോപ്പ്, ജിമിൻ, ബി, സിംഗ്, കുക്ക്. BTS ഉണ്ടാക്കിയ സ്വാധീനത്തിന് തെളിവാണ് ഐക്യരാഷ്ട്രസഭയിൽ ഡൈനമിറ്റ് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം. വൈറ്റ് ഹൗസ് സന്ദർശനത്തിനുള്ള ക്ഷണം. അമേരിക്ക അങ്ങോട്ട് വിളിച്ച ആദ്യ ദക്ഷിണ കൊറിയൻ ബാൻഡ് ആയിരുന്നു BTS. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ ഓർഡർ ഓഫ് കൾച്ചറൽ മെറിറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവർ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് താളം കൊണ്ട് കോടിക്കിലുക്കം നൽകിയവർ. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് 7-അംഗ സംഘം സംഗീതത്തിൽ നിന്നും അവധിയെടുത്തത്. നിർബന്ധിത സൈനിക സേവനത്തിന് പോകാനായിരുന്നു അത്. BTS അംഗങ്ങൾക്ക് 2 വർഷത്തെ പ്രത്യേക ഇളവ് നൽകിയിരുന്നു. പക്ഷേ 18-നും 28-നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായ എല്ലാ പുരുഷന്മാരും 2 വർഷം സൈനിക സേവനം അനുഷ്ഠിക്കണമെന്ന നിയമം BTSന് വേണ്ടി മാറ്റാൻ സർക്കാർ തയ്യാറായില്ല. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് 7-അംഗ സംഘം തൽക്കാലം അവധി എടുക്കുന്നതായി പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ മുതിർന്നവനായ ജിൻ ആദ്യം സൈനിക ക്യാമ്പിലെത്തി 2022 ഡിസംബറിൽ. പിന്നാലെ മറ്റുള്ളവരും. ജിന്നും ജെഹോപ്പും സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചെത്തി. ഒറ്റയ്ക്കുള്ള പാട്ടുകളും ആൽബങ്ങളും സംഗീത പരിപാടികളും ഒക്കെയായി സംഗീത ലോകത്ത് ഉഷാറാവുകയും ചെയ്തു. ജെഹോപ്പിന്റെ മൊണാലിസ എന്ന വീഡിയോയും തരംഗമായി. ഇനി ജൂണിൽ ദിവസങ്ങളുടെ ഇടവേളകളിൽ മറ്റുള്ളവർ സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തും. സുഗയും RM-ഉം വിയും ജിമിനും ജങ്കുക്കും ജൂണിൽ 7-അംഗ സംഘം വീണ്ടും ഒരുമിക്കും. ആദ്യം 7 പേരും കൂടി ഒരുമിച്ചെത്തുന്ന പാട്ടുണ്ടാവുമോ, അതോ തിരിച്ചുവരവ് ആഘോഷമാക്കാനുള്ള മറ്റു പരിപാടികളാകുമോ ആദ്യം വരിക? ആരാധകർ പലതരത്തിലുള്ള കണക്ക് കൂട്ടലുമാണ്. ഇതിനെല്ലാം വേഗം കൂട്ടിയിരിക്കുകയാണ് BTS 7 മൊമെന്റ്സ് ടീസർ. 9 വർഷം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ച ബ്രാൻഡാണ് BTS. K-പോപ്പിന്റെ ആഗോള മുഖം. ബ്രാൻഡ് 2013-ൽ ടു കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീംസ് എന്ന പാട്ടുമായിട്ടാണ് തുടക്കം. ആദ്യം വലിയ ശ്രദ്ധയൊന്നും കിട്ടിയില്ല. വിമർശനങ്ങൾക്ക് പക്ഷേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 7 പിള്ളേരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പാട്ടുകൾ എഴുതിയും പാടിയും ചുവട് വെച്ചും മുന്നോട്ട് പോയി. ഒടുവിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് എന്ന ആൽബം വഴിത്തിരിവായി. ആ ആൽബത്തിലെ ഐ നീഡ് യു എന്ന പാട്ട് സൂപ്പർ ഹിറ്റുമായി. ആ പാട്ടിനെയും പാട്ടുകാരെ യുവത ഏറ്റെടുക്കുകയായിരുന്നു. പാട്ടിറങ്ങി 16-ാം മണിക്കൂറിൽ ദശലക്ഷം കവിഞ്ഞു കാണികൾ. പിന്നീട് അങ്ങോട്ട് യൂട്യൂബിൽ സംഘം തീർത്ത റെക്കോർഡുകളുടെ തുടക്കം മാത്രമായിരുന്നു അത്. പിന്നീട് BTSന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഹാനഗരങ്ങളുടെ വേഗതയ്ക്കൊപ്പവും ഗ്രാമങ്ങളുടെ ശാന്തതയിലും ഒരുപോലെ BTS പാട്ടുകൾ ചേർന്നു. BTS സംഘം ലോകത്തിന്റെ പോപ്പ് രാജകുമാരന്മാരായി. ഇപ്പോൾ 2 വർഷമായി പാട്ടും ആൽബവും ഒന്നുമില്ലാഞ്ഞിട്ട് പോലും BTS ആരാധകരുടെ മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു.